എടോ ദേവസി തനിക്ക് വയ്യേ? എന്നാ റെസ്റ്റ് എടുത്തോ. എന്നോടാ കളി. 2 ദിവസം ഒന്ന് സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. എന്തായി പിന്നെ? എനിക്ക് സുഖാണ്. ചേട്ടനോ? എനിക്ക് സുഖം തന്നെ. കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, വിശക്കുന്നില്ല. ചേട്ടൻ കഴിച്ചോ? ഞാൻ കഴിക്കുന്നതൊക്കെ അതിനൊന്നും വലിയ കാര്യമില്ലെന്ന്. അതെന്താ? അതെ, നേരത്തും കാലത്തൊക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആരോഗ്യമൊന്നും നിലനിർത്താൻ പറ്റില്ല കേട്ടോ. ആരോഗ്യ കാര്യത്തിലൊക്കെ ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല ചേട്ടാ. ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സമയത്തിനും കാലത്തിനും ഒക്കെ ആഹാരം കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒരു എനർജി ഇല്ലാണ്ടായിപ്പോ. ചേട്ടാ, ഞാൻ ഫുഡ് കഴിച്ചില്ലേലും ചേട്ടനെ കല്യാണം കഴിക്കും. എനിക്കങ്ങോട്ട് എന്തെങ്കിലും നമുക്ക് എന്നിട്ട് വേണം സിനിമയിലൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്ക്. ചേട്ടന്റെ കാര്യം എനിക്കങ്ങ് കുളിര് പോരുക. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു? അതെ, പിന്നെ നമ്മൾ എന്നാ നേരിട്ട് കാണുന്നത്? നേരിട്ട് അത് നേരിട്ട് കാണുമ്പോ നാണം വരും. ഞാൻ ഇൻട്രോവേർട്ടാ. ഷൈ ഒന്നും കുഴപ്പമില്ലെന്ന്. ഇപ്പൊ ഞാനും ഷൈ ഒക്കെ തന്നെയാ. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ അവിടെ സൂര്യനുണ്ടോ? ഇല്ല, ഇവിടെ സുബുണ്ട്. പിന്നെ വീട്ടിലെ അമ്മ എന്തെടുക്കുന്നു? അമ്മ അറിയില്ല എവിടാന്ന്. മുറിയിൽ ഒറ്റയ്ക്കാണോ? ഇപ്പൊ ഒറ്റയ്ക്കാ ഞാൻ. അതെ, ഞാൻ പണ്ടൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒന്നുകൂടി ഒന്ന് കുത്തിപ്പൊക്കണം. കുത്തിപ്പൊക്കാൻ കമ്പിപ്പാര എടുക്കട്ടെ? അയ്യോ, തമാശയാണ് മുത്ത് പറഞ്ഞത്. അയ്യോ, അതെ, അതൊരു സ്ത്രീ പ്രാധാന്യമുള്ളൊരു കഥയാണ്. അപ്പൊ എൻ്റെ മുത്തിന് വേണ്ടി ഞാനതൊന്ന് കുത്തിപ്പൊക്കാന്ന് വിചാരിച്ചു. ഞാനാണോ മുത്ത്? പിന്നെ ആരാ മുത്ത്? എൻ്റെ മുത്ത്. സൂപ്പറാ. പിന്നെ ഞാനേ ഇപ്പൊ വിളിക്കാ. നീ എന്താ ഈ കാടൊക്കെ ചാടി ഓടി വരുന്നത്? എന്തോ മൂലയ്ക്കുന്ന പരിപാടി? ഞാൻ ഈ ജാതിപത്രി കഴിക്കുമായിരുന്നടാ. വയറിന് എപ്പോഴും നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് അസുഖമൊന്നും ഉണ്ടാവില്ല. ഏത് ജാതിപത്രി മൂലയ്ക്ക് വന്നാണോ കഴിക്കുന്നത്? മുളക്കെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം കഴിക്കാം. സ്ത്രീ പ്രാധാന്യമുള്ള ഏത് കഥയാ സാർ എഴുതിയിട്ടുള്ളത്? ഒന്ന് കേൾക്കട്ടൊന്ന്. സ്ത്രീ പ്രാധാന്യമുള്ള പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 2 മാസം കണ്ട് ഇവിടെ വന്നതെന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ കഥാപാത്രം എഴുതാൻ തുടങ്ങിയില്ലേ? കേറ്റ് വന്നുണ്ടല്ലോ. ആരാടാ കള്ളത്തരം പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നത്? സംഭവം അത് പറയാറായിട്ടില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒന്ന് കരക്ക് അടുക്കട്ടെ എന്ന്. എടാ, താഴെ താമസിക്കുന്ന ബംഗാളി വല്ല ടവലിട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും. പോടെ. നീ അവളെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ, എടാ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര സുന്ദരിയാടാ. എനിക്ക് ചേരുന്നൊരു വൈബൻ. അതുകൊണ്ടാണ് ഞാനങ്ങ് വീണ് പോയത്. നീ ആ കല്ലിന്റെ അടുത്തുണ്ടൊക്കെ മാറിയിരിക്കും. വല്ല പാമ്പ് വല്ല വന്നേച്ചുണ്ടല്ലോ, കളിയാക്കി വെച്ച് തിരിച്ചു പോകും. എടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പോലീസുകാർ വരും അങ്ങോട്ട്. വിളിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. മൂട് പോയി. ഹലോ. ഹായ് നലിയേട്ടാ, ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അറിയൊന്ന് വിളിക്കാൻ. എനിക്ക് ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ടെന്നേ, അതാ. ആണോ? കൊറേ പേരപ്പോ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടോ? പിന്നെ ഒരുപാട് പേര് ഈ ഓഡീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കും. ഞാൻ നമ്പർ ആരും കൊടുക്കാറില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി നഷ്ടപ്പെടും. അത് നമ്മളെ എപ്പോഴും കോളൊക്കെ വന്നോണ്ടിരുന്നൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ എന്റെ കോള് മാത്രം എടുക്കാൻ ഒരു ഇത് കാണിച്ചേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്പറൊക്കെ കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ആയപ്പടങ്ങുന്നതാണ്. ഇപ്പം അനീറ്റയാണ് എൻ്റെ എനർജി. എന്താ പറഞ്ഞു കേട്ടില്ല. നെറ്റ് കട്ടാവുന്നുണ്ടോ? അയ്യോ, എനിക്ക് അല്ല, അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം നളിൻ ചേട്ടൻ വീട്ടിൽ പറയോ അതോ ഞാൻ പറയണോ? കല്യാണത്തിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് അല്ല കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ല. നെറ്റില്ലേ? ഞാൻ പിന്നെ വിളിക്കാം. കല്യാണക്കാര്യം എന്തൊരു കല്യാണക്കാര്യം പറയണ്ടായിരുന്നല്ലോ. കല്യാണക്കാര്യം ഇങ്ങനെ
അതേ ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം. അതാണ് അത്ര സന്തോഷത്തോടെ പറഞ്ഞോണ്ടിരുന്നത്. ഫ്രണ്ടിന്റെ അല്ലേ സന്തോഷിക്കേണ്ട കാര്യം. എന്നാല് എന്തോ എവിടെയോ ഒരു കള്ളച്ചിരിയൊക്കെ. കളത്തിരിയോ? അതെപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇങ്ങനെ ഇത് ഞാൻ പൊക്കും ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ. ഒക്കെ നളിനേട്ടാ ഞാനൊരു സർപ്രൈസ് തരട്ടെ. ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ആരെ ഈ വന്നിരിക്കുന്നേ നോക്ക്. എന്താ എന്നെ കണ്ടൊരു സന്തോഷമില്ലാത്ത? സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷേ. അതെ, നമുക്ക് പുറത്തു പോയി ചായ പിടിച്ചാലോ? സന്തോഷം. കാപ്പിപ്പൊടിയൊന്നുമില്ല. അതല്ലേ നമ്മുടെ സെർവൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അവരെന്നായാലും ഇതൊക്കെ അറിയണ്ടല്ലേ. ഇവിടെ പരിചയപ്പെടാം. അതല്ല, നമുക്ക് പുറത്തു പോയി ഒരു സിനിമക്ക് പോയാലോ? അതെന്താ ഇവിടെ നമുക്ക് സിനിമ വെച്ച് കാണാം? അയ്യോ എല്ലാരും ഇത് കാണാന്ന്. എന്നാ പെട്ടെന്ന് വാ. സർവൻസിനോട് പറയട്ടെ വിളക്കെടുത്ത് വെക്കാൻ. ഞാൻ വലുതാരി ചേർട്ടെ. വലുതേറെ നിന്റെ കാര്യം തല്ലി പിടിക്കടി. ആ ചെരുപ്പോടെ നടക്ക്. കൈ പിടിക്കോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നിന്നെ ഇവിടെ ആരും കാണാതെ വേണമോ സൂക്ഷിച്ചു വെക്കാൻ. ഇതെന്തൊരു കഷ്ടമായി. ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഇത് ഏട്ടന്റെ വീടാണോ? സർവൻസ് ഒന്നും നീ എന്ത് ധൈര്യത്തിൽ ഇങ്ങോട്ട് കയറി വന്നത്? വീഡിയോ കോൾ ചെയ്തപ്പോ തൊട്ട് നീ കാണണം ഭയങ്കര ആഗ്രഹം. ഞാൻ കൊറേ മിസ് ചെയ്തു. ഞാൻ ഒരു സെലിബ്രിറ്റി അല്ലേ, ആരെങ്കിലും ഒക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഗോസിപ്പ് അങ്ങ് കേറി അങ്ങ് പോവും. അങ്ങനൊന്നും സ്ഥലത്തില്ല. ആരെങ്കിലും മൊബൈലിൽ ഇവിടെ വല്ല വീഡിയോ എടുത്താലോ? ആരുമില്ല. ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവളെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ടുവന്ന ഞാൻ ആലോചിക്കണം. ആരെങ്കിലും ഉണ്ട്? സർവൻസ് ഒന്നും ഇല്ലല്ലോ. ഉണ്ടായിരിക്കാൻ പറ്റുമോ? ആണ്ട് വരുത്തും. മഞ്ഞപ്പൂലാണോ ഇനി? ആ ഇത്രയുള്ളത് അങ്ങോട്ട് വിടും. എന്തോടി വീടേക്ക് പ്രേതം ആത്മാവല്ല എനിക്ക് കയറിയിരിക്കാന്ന് തോന്നിയായിരിക്കും. മുത്തുന്റെ തന്തമല്ലായിരിക്കും. ചിലപ്പോൾ നിന്നെ കാണാൻ വന്നായിരിക്കും. നീ നിന്ന് വല്ല പണിയൊക്കെ ചെയ്യുന്നുണ്ടോ, എന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ആരിപ്പടി ഒരു പെണ്ണ് വലിയ പ്രേതം ഇവിടോ? പ്രേതമുണ്ട്. പ്രേതമുണ്ട്. ഇല്ല ഇല്ല, ഞാൻ കാണിച്ചാലും പോയി നോക്ക്. ഞാനോ? പ്രേതം ഭൂതം നോക്ക് തലമാര. ഞാൻ പ്രേതത്തെ പോയി മനസ്സിലാക്കി തരാം. മനസ്സിലാക്കിട്ടോ. തേങ്ങ കണ്ടാ പെണ്ണ് ഇങ്ങനെ ചുരുണ്ട മുടിയൊക്കെ ദം ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നതിനകത്ത് കല്യാണത്തില് പ്രേത കണ്ടാ ചുരുണ്ട മുടിയൊക്കെ ചുരുണ്ട മുടിയുള്ള പ്രേതം. വലിയ പൊട്ടൊക്കെ തൊട്ട് ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ അവിടെ കുന്തമുണ്ട്. അപ്പൊ ഞാൻ കണ്ടില്ലേ? നാട്ടുകാർക്ക് തന്നെ പേടിയോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ. അല്ലാതെ വേറെ ആരും ഇല്ല കേട്ടോ. നമ്മളെ പഠിക്കണ്ട കേട്ടോ. ആണോ? ഞാൻ കണ്ടില്ലായിരിക്കേ. പക്ഷെ ഞാൻ കണ്ടാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കിളി പോകുന്നുണ്ട്. ഇനി വട്ട ഏതാന്ന്? പ്രേതം ഉണ്ടെന്ന് പോയി. അഥവാ മുത്തുവിന്റെ തന്തയല്ലാതെ ഇവിടെ ഞാൻ ആരും കണ്ടിട്ട് പോലും.